اهدنا الصراط المستقيم. ഇമാം തഹാവി നേരിട്ട് അഖീദ പറയാണ്, വറദ്ദ ഇൽമ മഷ്തബഹ അലൈഹി ഇലാ ആലിമി. മുതശാബിഹായതിൻ്റെ അറിവിനെ അറിയുന്നവൻക്ക് വിട്ടുകൊടുക്കണം. ഇത് മുതശാബിഹാണെന്നേ അംഗീകരിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഇവർ വിട്ടുകൊടുക്കും? ഇവർ മുതശാബിഹാണെന്ന് ഇതിനെ അംഗീകരിക്കേണ്ട. ആദ്യം മുതശാബിഹാണെന്ന് അംഗീകരിച്ചാൽ ഇവിടെ വിഷയങ്ങൾ കഴിയും, പിന്നെ അനാവശ്യ ചർച്ചകൾ ഒഴിവാകും. അതിൻ്റെ യഥാർത്ഥ അർത്ഥം അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം അള്ളാഹുവിനാണ് അറിയുന്നത്. അപ്പോൾ മുതശാബിഹ് എന്ന് അദ്ദേഹം ഇതിനെ അഡ്രസ് ചെയ്യുന്നത്, വറദ്ദ ഇൽമ മഷ്തബഹ അലൈഹി, അവന് മുതശാബിഹായിട്ടുള്ള കാര്യങ്ങൾ, അവ്യക്തമായതിനെ അറിയുന്നവനിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു അതിൻ്റെ അറിവുകളെ. ഇങ്ങനെ ചെയ്യാതെ ഒരാളുടെ ദീനും നിലനിൽക്കുകയില്ല എന്ന് ഇമാം തഹാവി പറഞ്ഞു. അപ്പോൾ മുതശാബിഹാണെന്ന് പറയുകയും അതിൻ്റെ അറിവിനെ അറിയുന്നവനക്ക് വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ അഖീദ പഠിപ്പിക്കുന്ന ഉസ്താദ് ചെയ്ത് പണിയണ്ട. ഉസ്താദ് 60ാമത്തെ പേജ് ആണ് ഇട്ടിട്ടുള്ളത്. ഈ പേജ് 60 അറിയാതിരിക്കാൻ വേണ്ടിയാണോ അത് ഉസ്താദിന് അയച്ചു കൊടുത്താണ് ഉസ്താദിനെ പറ്റിച്ചാണോ എന്ന് അറിയാൻ പാടില്ല. ഉസ്താദ് പേജ് പകുതിയെ കട്ട് ചെയ്തിട്ടുള്ളൂ. പേജ് നമ്പറും കാണരുത്, അടിക്കുറിപ്പും കാണരുത്. ആ രൂപത്തിലാണ് പേജ് കട്ട് ചെയ്തിട്ടുള്ളത്. അതെല്ലാവർക്കും ഈ സ്ക്രീൻഷോട്ട് നോക്കിയാൽ തന്നെ കാണാം. ഇത് 60ാമത്തെ പേജാണ്. ആ പേജിന്റെ ഫുൾ ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട്. പേജ് നമ്പർ 60 ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും അദ്ദേഹം ഇങ്ങനെ പകുതി കട്ട് ചെയ്ത് ഇടാനുള്ള കാരണം? അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോയിൽ തന്നെ, എന്നെ കുറിച്ച് മുമ്പിൽ ഇറക്കിയ വീഡിയോയിൽ തന്നെ ഞാൻ വേറെ വിഷയം പറഞ്ഞതിൻ്റെ വോയിസ് എടുത്തിട്ട് അതല്ലാത്ത മറ്റൊരു വിഷയം പറഞ്ഞതിന് ഇടയിൽ കൊണ്ടുപോയി തിരികിയിട്ട് രണ്ടും ചേർത്ത് വെക്കുന്നുണ്ട്. തവസ്സുലിന്റെ വിഷയത്തിൽ അദ്ദേഹം ചെയ്തതാണ്. ഞാൻ ദൈവനിൽമ ഫത്വ തിരുത്തി എന്ന് പറഞ്ഞത് വിഷയം വേറെ, അത് തവസ്സിന്റെ ഇടയിൽ കയറ്റിയിട്ട് ഞാൻ തവസ്സുലിനെ കുറിച്ചുള്ള അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു എന്നുള്ള രൂപത്തിൽ അദ്ദേഹം വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതാണ്. ആ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം അവിടെ ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെന്നുള്ളത്. ഒരു കട്ടാവുന്നുണ്ട് വീഡിയോ അവിടെ നിന്ന്. അപ്പോൾ അതേപോലെ എൻ്റെ വീഡിയോയിൽ കട്ട് ചെയ്തു. അത് ഞാനും അദ്ദേഹം തമ്മിൽ പറഞ്ഞാൽ തീരുന്ന വിഷയമാണ്. പക്ഷേ ഇമാമുകളുടെ കിതാബിൽ ഇതേപോലെ കട്ട് ചെയ്ത് ദുർവ്യാഖ്യാനം എന്ത് ചെയ്യും? ഈ കിതാബിന്റെ പേജ് അദ്ദേഹം എന്തുകൊണ്ട് മുഴുവൻ ഇട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വോയിസിനെ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇവിടെ ഇദ്ദേഹം ഈ മുറി ഇബാറത്തിട്ടിട്ട്, മുറി പേജ് ഇട്ടിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താ? വറദ്ദ ഇൽമ മഷ്തബഹ അലൈഹി ഇലാ ആലിമിഹി, അവന്റെ മേൽ കുഴഞ്ഞു മറഞ്ഞതിന്റെ ഇൽമിനെ അവൻ അതറിയുന്നവനിലേക്ക് മടക്കണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇബാറത്ത്. ഇതിന് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ? പോയിന്റ് 1, അസ്മാ സിഫാത്തിന്റെ മുതശാബിഹ് എന്ന്. കണ്ടോ, അസ്മാ സിഫാത്തിനെ സംബന്ധിച്ചല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവ പറഞ്ഞത് പച്ച നുണയാണ്. ഇവിടെ അസ്മാ സിഫാത്തിനെ സംബന്ധിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് 60ാമത്തെ പേജാണ്. ഈ 60ാമത്തെ പേജിന്റെ വിഷയം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ 58ാമത്തെ പേജാണ്. 58ാമത്തെ പേജ് എന്താണ് നമുക്ക് നോക്കാം. ഇതാണ് 58ാമത്തെ പേജ്. 58ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വറുഇയത്തു ഹഖ്ഖുൻ ലി അഹ്ലിൽ ജന്നത്തി ബിഗൈരി ഇഹാത വലാ കൈഫിയ. സ്വർഗവാസികൾ അള്ളാഹുവിനെ ആവരണം ചെയ്യാതെ, രൂപമില്ലാതെ അള്ളാഹുവിനെ സ്വർഗവാസികൾ ദർശിക്കും. കമാനത്തഖ ബിഹി കിതാബു റബ്ബിന, ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വുജൂഹി യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ വ തഫ്സീറുഹു അലാ മാ അറാദ അല്ലാഹു തആല. അള്ളാഹുവിനെ കാണുമെന്നുള്ളതാണ്, അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ കാണുമെന്നുള്ളതാണ്. വകുല്ലു മാ ജാഅ ഫീ ദാലിക, ഈ വിഷയത്തിൽ വന്ന കാര്യങ്ങളെല്ലാം മിനൽ ഹദീസി സ്വഹീഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ കമാ ഖൽ, അത് നബി തങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. വ മഅനാഹു അലാ മാ അറാദ, അതിന്റെ അർത്ഥം നബി തങ്ങൾ ഉദ്ദേശിച്ചത് അർത്ഥം തന്നെയാണ്. വലാ നദ്ഖുലു ഫീ ദാലിക മുതഅവ്വിലീന ബി ആറാഇന, നമ്മളുടെ അഭിപ്രായങ്ങൾ കൊണ്ട് അതിന് വ്യാഖ്യാനം കൊടുക്കാൻ നാം മുതിരുകയില്ല. വലാ മുതവഹിമീന ബി അഹ്വാഇന, നമ്മളുടെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ അതിനെ ഭാവനകളും സങ്കല്പിക്കുന്നില്ല. ഫഇന്നഹു മാ സലിമ ഫീ ദീനിഹി ഇല്ലാ മൻ സല്ലമ ലില്ലാഹി അസ്സ വജൽ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് കീഴ്പ്പെടാത്ത ഒരുത്തനല്ലാതെ അവന്റെ ദീനിൽ സുരക്ഷിതമായിട്ടുണ്ടാവുകയില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇവിടെയാണ് പറഞ്ഞത് വറദ്ദ ഇൽമ മഷ്തബഹ അലൈഹി ഇലാ ആലിമിഹി, ഇതിന്റെ അറിവിനെ അള്ളാഹിന് വിട്ടുകൊടുക്കണം. ഇവിടെ പറഞ്ഞത് അസ്മാ സിഫാത്തിനെ കുറിച്ചേയല്ല. അസ്മാ സിഫാത്തിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞ റുഇയത്ത്, അള്ളാഹുവിനെ സ്വർഗവാസികൾ സ്വർഗത്തിൽ വെച്ച് കാണും എന്നുള്ളതിനാണ്. അപ്പൊ അള്ളാഹുവിനെ കാണും എന്നുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇത്തിഫാഖായ വിശ്വാസമാണ്. കണ്ണുകൊണ്ട് തന്നെ കാണും എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണാൻ പറ്റും എന്നുള്ളതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിനെ കാണും എന്നുള്ള വിഷയത്തിൽ മുഅ്തസിലിയാക്കൾ ഒരു കാര്യം പറഞ്ഞു. മുഅ്തസിലിയാക്കൾ അള്ളാഹുവിനെ കാണുമെങ്കിൽ കാണപ്പെടുന്ന വസ്തുവും കാണുന്ന വസ്തു തമ്മിൽ ദൂരം വേണം.
കാണപ്പെടുന്ന വസ്തുവിന് തടി വേണം, കാണപ്പെടുന്ന വസ്തുവിന് ജിഹത്ത് വേണം. അള്ളാഹുവിനാണെങ്കിൽ ജിഹത്തില്ല, അള്ളാഹുവിനാണെങ്കിൽ രൂപമില്ല, അള്ളാഹുവിനാണെങ്കിൽ പിന്നെ ഈ പറയുന്നത് പോലെ ജിസ്മില്ല, അതുകൊണ്ട് അള്ളാഹിനെ കാണാൻ പറ്റൂല എന്ന് മുഅ്തസിലാക്കൾ പറഞ്ഞപ്പോൾ അള്ളാഹു കാണാൻ പറ്റുമെന്ന് പറഞ്ഞു, എങ്കിൽ കാണും എന്നുള്ളത് തന്നെയാണ്. അത് എങ്ങനെ എന്നുള്ള നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ അസ്മാ സിഫാത്തിനെ കുറിച്ചല്ല ചർച്ച, ഇവിടെ അള്ളാഹുവിന്റെ റുഇയ്യത്താണ് ചർച്ച. ഈ റുഇയ്യത്ത് ചർച്ച ചെയ്യുന്നതിന്റെ ഇബാറത്ത് എടുത്തിട്ട് അസ്മാ സിഫാത്തിനെ മുത്തശാബി എന്ന് പറഞ്ഞു എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അസ്മാ സിഫാത്തിലെ റുഇയ്യത്താണ്. റുഇയ്യത്തിന്റെ മാന ആർക്കും അറിയില്ലേ? അള്ളാഹുവിനെ കാണാൻ അള്ളാഹിനെ കണ്ണുകൊണ്ട് കാണും. അത് അഹ്ലുസ് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്. അവ എങ്ങനെ കാണും എന്നുള്ളതാണ് അതിന്റെ ആശയം. നമുക്കറിയില്ല, എങ്ങനെയും കാണാം. അള്ളാഹ് റസൂൽ കാണുന്നുണ്ടെങ്കിൽ കാണും. ഇതാണ് ഇവിടെ ഖാരി തയ്യിബ് പറഞ്ഞത്. അതിനെന്ത് ചെയ്തു? അസ്മാ സിഫാത്തിനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അസ്മാ സിഫാത്ത് മുതശാബിഹാണ്, അത് അതിന്റെ അറിയുന്നവനിലേക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു മൂപ്പൻ. ഇവിടെ അറിയുന്നവൻ എന്ന് പറഞ്ഞതിൽ അവിടെയും ദുർവ്യാഖ്യാനം നടത്തി, അവിടെ പച്ചയായ ദുർവ്യാഖ്യാനം നടത്തി. ഇത് യഥാർത്ഥത്തിൽ എല്ലാ മുതശാബിഹാത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെ സംബന്ധിച്ചാണ്? അത് കൃത്യം അറിയാത്തവർക്ക് മുതശാബിഹാത്താണ്. അറിയുന്നവരാരാണ്? അതവിടെ പറയുന്നുണ്ട്, തൊട്ട് ശേഷം പറയുന്നുണ്ട് അറിയാത്തത് ആരാണെന്നുള്ളത്. ഇതേ ഇവിടെ രണ്ടാമത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന്റെ അറിവിനെ അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കണം, അല്ലെ? ഇതാണ് പറഞ്ഞ പച്ചയായ ദുർവ്യാഖ്യാനമാണിത്. ഒന്നാമത് അസ്മാ സിഫാത്തിന്റെ വിഷയമേ അല്ല ഇവിടെ ചർച്ച. അപ്പം ഈ പേര് മുറിച്ചിട്ടതിന്റെ ഉദ്ദേശം തന്നെ മനസ്സിലായല്ലോ. എന്താണെന്ന് മനസ്സിലാകരുത്, അതാണ്. അസ്മാ സിഫാത്ത് അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം റുഇയ്യത്താണ്. രണ്ടാമത്തെ വിഷയം അള്ളാഹുലേക്ക് പിന്നെ അതിന്റെ അറിവിനെ വിട്ടുകൊടുക്കണം എന്നാണ് ഇദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ്. ഇതേ കാര്യം അദ്ദേഹം വോയിസിലും പറയുന്നുണ്ട്, ഇത് അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കണം. എന്നാൽ ഖാരി തയ്യിബ് അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കണം എന്നല്ല പറഞ്ഞത്. അവന്റെ മേൽ കുഴഞ്ഞു മറിഞ്ഞ കാര്യങ്ങളെ അവൻ അതിന്റെ അറിയുന്നവനിലേക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ അറിയുന്നവൻ ആരാണ്? ആലിം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ആരാണ്? അള്ളാഹു അല്ല, അത് ആലിമ് തന്നെയാണ്, അത് പണ്ഡിതനാണ്. കാരണം അവിടെ കൊടുത്തിരിക്കുന്ന, നിങ്ങൾക്കറിയാം, ആ പേജ് വായിക്കുന്നവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം. അവിടെ പോയിന്റ് പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. കുറിപ്പ് നമ്പർ 2. കുറിപ്പ് എഴുതിയേക്കുന്ന ആരാണ്? അടിക്കുറിപ്പ് എഴുതിയേക്കുന്ന ആളാണ് ഖാരി തയ്യിബ് മൗലാന. 2 നൂറ കൊടുത്തിട്ടുണ്ട്, കണ്ട് 2 ഇലാ ആലിമി. അത് ഈ അമീം മൗലവി ഇട്ടിട്ടുള്ള പേജിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ നമ്പർ 2 കാണാൻ പറ്റും, പക്ഷെ അതിന്റെ കുറിപ്പ് കാണാൻ പറ്റില്ല. നമ്പർ 2 ഇങ്ങനെ ആലിമിയുടെ മുകളിൽ 2 ഇട്ടിട്ടുണ്ട്, പക്ഷെ 2 ഇട്ടിട്ടുള്ള അടിക്കുറിപ്പ് അദ്ദേഹം മറച്ചു വെച്ചു, അദ്ദേഹം കട്ട് ചെയ്തു. എന്താ നമുക്ക് നോക്കാം. ഈ പേജിൽ ഞാൻ അതിന്റെ ഫുൾ പേജ് ഇട്ടിട്ടുണ്ട്. ആലിമി എന്നതിന്റെ മുകളിൽ അക്കീദ പഠിപ്പിക്കുന്ന ഉസ്താദ് മുറിച്ചിട്ട പേജിന്റെ ഫുൾ ഭാഗമാണിത്. നമ്പർ 2 ആലിമിഹി എന്ന് പറഞ്ഞാൽ അത് അറിയുന്നവനിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കൂ എന്ന ആയത്താണ് അറിയുന്നവനിലേക്ക് മടക്കണം എന്നതിന്റെ തെളിവ്. അപ്പൊ ആരറിയുന്നവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇവിടെ അറിയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ? വളരെ കൃത്യമല്ലേ? ആരാണ്? ആലിമുകളാണ്. ഈ അഹ്ല ദിക്ർ ആരാന്നുള്ളത് ആലിമുകളാണെന്നും അതല്ല പിന്നെ മുൻ അഹ്ല കിതാബിലെ പണ്ഡിതന്മാരാണെന്നും അഭിപ്രായമുണ്ട്. മുസ്ലിം ലോകത്തിലെ ആലിമുകളാണെന്നും അതല്ല അഹ്ല കിതാബിലെ പണ്ഡിതന്മാർ, എന്തായാലും മനുഷ്യന്മാരാണ്, പണ്ഡിതന്മാരാണ്. അത് അഹ്ല കിതാബിലെ പണ്ഡിതന്മാരാണോ അതല്ല മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരാണോ ആരും ആയിക്കോട്ടെ. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾ അഹ്ലു ദിക്റിലേക്ക് മടക്കണം എന്നതാണ് വറദ്ദ ഇൽമ മസ്തബഹ അലൈഹി ഇലാ ആലിമിഹി. അതിന്റെ ഇൽമ അത് അറിയുന്നവനിലേക്ക് വിടണം എന്നതിന്റെ അർത്ഥം, അല്ലാതെ അള്ളാഹുവിലേക്ക് വിടണം എന്നല്ല. അങ്ങനെ നിങ്ങൾ പറയണം അഹ്ലു ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണോ? അപ്പൊ ഇതാണ് മൂപ്പന്റെ തട്ടിപ്പ്. ഇൻഷാ അല്ലാഹ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഖാരി തയ്യിബ് മൗലാനയുടെ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി തയ്യിബ് മൗലാന അസ്മാ സിഫാത്ത് വിഷയത്തിൽ എന്തായിരുന്നു നിലപാട്? തയ്യിബ് മൗലാന അവിടെ പറഞ്ഞ കൈഫിന്റെയും കൈഫിയത്തിന്റെ അർത്ഥം എന്താണ്? ഇൻഷാ അല്ലാഹ് വൈകിട്ട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം.